ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഇറേഴ്സ് ഇൻ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കേ, മെഷർമെൻറ്റ് ഇറർ. എന്താണ് മെഷർമെൻറ്റ് ഇറർ എന്ന് പറയുന്നത്? അതായത് നമ്മൾ മെഷർ ചെയ്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ കറക്റ്റ് വാല്യൂ ആയിരിക്കില്ല. കറക്റ്റ് വാല്യൂ ഇപ്പോൾ 100 ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു 97 ആണെന്ന് വെച്ചോളൂ. അപ്പോൾ ആ 97ഉം 100ഉം തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടല്ലേ? ആ ഡിഫറൻസ് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ഇറർ എന്ന് പറയുന്നത്. അപ്പോൾ ഇറർ ഈസ് ഈക്വൽ ടു ഡിഫറൻസ് ബിറ്റ്വീൻ ദ ട്രൂ വാല്യൂ ആൻഡ് ദ മെഷേർഡ് വാല്യൂ. ഇറർ ഈസ് ഈക്വൽ ടു മെഷേർഡ് വാല്യൂ മൈനസ് ട്രൂ വാല്യൂ. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഇറേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പലതരം ഇറേഴ്സ് ഉണ്ട്, അവ ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തേതെന്ന് പറയുന്നത് ഗ്രോസ് ഇറേഴ്സ് ആണ്. നോക്കിക്കേ, ഗ്രോസ് ഇറേഴ്സ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഡ്യൂ ടു ഹ്യൂമൻ മിസ്റ്റേക്സ്. എന്താണ്? മനുഷ്യൻ്റെ കയ്യിലുള്ള മിസ്റ്റേക്ക് കാരണം സംഭവിക്കുന്ന ഇറേഴ്സാണ് ഗ്രോസ് ഇറേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ കോസസ് എന്ന് പറയുന്നത് റോങ് റീഡിങ്. എന്താണ്? നമ്മൾ കാണുന്ന വാല്യൂ അതുപോലെ അല്ലായിരിക്കും റീഡ് ചെയ്യുന്നത്. എന്തെങ്കിലും എന്തോ കാരണത്താൽ നമുക്കത് തെറ്റുപറ്റുന്നു. ഇംപ്രോപ്പർ റെക്കോർഡിങ്, അല്ലെങ്കിൽ ആ മെഷർമെൻറ്റ് ചിലപ്പോൾ നമ്മൾ കറക്റ്റായിട്ടായിരിക്കും നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ 12 എന്നാണ് നമ്മൾ കണ്ടത് റീഡിങ്, പക്ഷേ എഴുതിയപ്പോൾ എന്തോ തെറ്റിപ്പോയി, 21 ആയിപ്പോയി. അപ്പോൾ അതെന്താണ്? ഇംപ്രോപ്പർ റെക്കോർഡിംഗ് എന്ന് പറയാം. അതല്ലേ, നമ്മൾ നോക്കിയതൊക്കെ കറക്റ്റായിരുന്നു, എഴുതി റെക്കോർഡ് ചെയ്തപ്പോൾ എന്ത് പറ്റി? നമുക്ക് മിസ്റ്റേക്ക് പറ്റി. പിന്നെ കെയർലെസ്നെസ് അല്ലേ, ആ ശ്രദ്ധ കാരണം. എന്താണ്? നമ്മൾ ശ്രദ്ധിക്കാതെ പെട്ടെന്ന് എന്തെങ്കിലും ധൃതിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കെയർലെസ്നെസ്, അത് മറ്റൊരു കാരണം. റെഡ്യൂസ്ഡ് ബൈ കെയർഫുൾ ഒബ്സർവേഷൻ ആൻഡ് റെപ്പറ്റീഷൻ. എന്താണ്? ഈ ഗ്രോസ് എറർ നമുക്ക് എങ്ങനെ കുറയ്ക്കാം? കെയർഫുൾ ഒബ്സർവേഷൻ. എന്താണ്? വളരെ ശ്രദ്ധിച്ച് ഒബ്സർവ് ചെയ്ത് റെക്കോർഡ് ചെയ്യുക. പിന്നെന്താണ്? റെപ്പറ്റീഷൻ. ഒറ്റ തവണ തന്നെ മാത്രം നോക്കി റെക്കോർഡ് നമ്മൾ വാല്യൂ റെക്കോർഡ് ചെയ്യാതെ ഒന്നുകൂടെ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് 2 തവണയും കൂടെ മെഷർമെൻറ്റ് എടുത്ത് നോക്കുക. അതുവഴിയൊക്കെ നമുക്ക് ഗ്രോസ് ഇറേഴ്സ് കുറയ്ക്കാൻ പറ്റും. അടുത്തതെന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ഇറേഴ്സ് ആണ്. ദാറ്റ് ഈസ് ഇറേഴ്സ് ദാറ്റ് ഒക്കർ ഇൻ എ പ്രെഡിക്റ്റബിൾ മാനർ. എന്താണ്? നമുക്ക് ആ ഇറർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ക്ലോക്ക് ഒരു 5 മിനിറ്റ്സ് ഫാസ്റ്റർ ആണെന്ന് വെച്ചോളൂ. ഇപ്പോൾ ഉള്ള ടൈമിനേക്കാളും അതായത് റിയൽ ടൈമിനേക്കാളും 5 മിനിറ്റ്സ് ഫാസ്റ്റർ ആണ്. അപ്പോൾ നമുക്കതറിയാം, എന്താണ്? ഈ ക്ലോക്ക് 5 മിനിറ്റ്സ് ഫാസ്റ്റർ ആണ് അല്ലേ? അപ്പോൾ ഇപ്പോൾ 5 മണിയാണ് അതിൽ കാണിക്കുന്നതെങ്കിൽ നമുക്ക് എന്തറിയാം? ഇപ്പോൾ 5 മണി ആയിട്ടില്ല, 4:55 ആയിട്ടുള്ളൂ അല്ലേ? അല്ലെങ്കിൽ എന്താണ്? ഇപ്പോൾ 5:05 കാണിക്കുന്നത് അതിൽ. അപ്പോൾ എന്താണ്? 5:05 ആയിട്ടില്ല, 5 മണിയേ ആയിട്ടുള്ളൂ. അത് ഒരു പ്രെഡിക്റ്റബിൾ മാനറാണ് അല്ലേ? അതായത് ഉള്ള ടൈമിനേക്കാളും ഒരു 5 മിനിറ്റ് ഫാസ്റ്ററാണ് നമ്മുടെ ക്ലോക്ക് കാണിക്കുന്നത് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ട്. അതാണ് ഈ പ്രെഡിക്റ്റബിൾ മാനർ എന്ന് പറയാൻ കാരണം. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഇൻസ്ട്രുമെൻ്റൽ ഇറേഴ്സ്. ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു ഇറർ കാരണം, അല്ലെങ്കിൽ എന്താണ്? ഡ്യൂ ടു ഇൻസ്ട്രുമെൻറ്റ് ഡിഫെക്ട്സ്. കോസസ് എന്ന് പറയുന്നത് സീറോ ഇറർ, ഫ്രിക്ഷൻ, ഏജിങ് ഓഫ് കമ്പോണൻസ്, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു കോസായിട്ട് വരുന്നത്. ഇനി സിസ്റ്റമാറ്റിക് ഇററിൽ തന്നെ രണ്ടാമത് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഇററാണ് എൻവയോൺമെൻറ്റൽ ഇറേഴ്സ്. നോക്കിക്കേ, അതെന്താണ്? ഡ്യൂ ടു എക്സ്റ്റേണൽ കണ്ടീഷൻസ്. അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് കാരണം ഉണ്ടാവുന്ന ഇറേഴ്സ്. എന്താണ്? ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, പ്രഷർ, മാഗ്നറ്റിക് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്സ് ഒക്കെ കാരണം നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ മെഷീൻ എന്തെങ്കിലും ഇറർ കാണിക്കുന്നതാണ് എൻവയോൺമെൻറ്റൽ ഇറേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് ഇറർ എന്ന് പറയുന്നത്, അതായത് സിസ്റ്റമാറ്റിക് ഇററിൽ തന്നെ നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഒബ്സർവേഷണൽ ഇറേഴ്സ് ആണ്. അതെന്താണ്? പേര് പോലെ തന്നെയാണോ? എന്താണ്? ഒബ്സർവർ ഉണ്ടാക്കുന്ന ആ ഇറേഴ്സ്. ഡ്യൂ ടു ഒബ്സർവർ, ആ മെഷർമെൻറ്റ് നോക്കുന്ന ആളുടെ മിസ്റ്റേക്ക് കാരണം ഉണ്ടാകുന്ന ഇറേഴ്സ്. നോക്കിക്കേ, എക്സാമ്പിൾ പാരലാക്സ് ഇറർ, ഇംപ്രോപ്പർ അലൈൻമെൻ്റ് ഒക്കെ അതിന് ഉദാഹരണങ്ങളാണ്. അടുത്ത ടൈപ്പ് ഓഫ് ഇറർ എന്ന് പറയുന്നത് റാൻഡം ഇറേഴ്സ് ആണ്. അതെന്താണ്? ഒക്കെ ഡ്യൂ ടു അൺനോൺ ഓർ അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ്. നമുക്കറിയാത്തത് അല്ലെങ്കിൽ നമ്മുടെ കൺട്രോൾ അല്ലാത്ത എന്തെങ്കിലും ഫാക്ടേഴ്സ് കാരണം ഉണ്ടാവുന്ന ഇറേഴ്സ്. മാഗ്നിറ്റ്യൂഡ് ആൻഡ് സൈൻ വേരി റാൻഡംലി, കനോട്ട് ബി എലിമിനേറ്റഡ് കംപ്ലീറ്റ്ലി. നമുക്ക് എന്താണ്? കംപ്ലീറ്റ് ആയിട്ട് അത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. റെഡ്യൂസ്ഡ് ബൈ ടേക്കിംഗ് ആവറേജ് ഓഫ് റീഡിങ്സ്. എന്താണ്? ഈ റാൻഡം ഇറേഴ്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റുക എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ. നമുക്ക് 2, 3, 4, 5 റീഡിങ് എടുത്തിട്ട് എന്താണ്? അതിൻ്റെ ആവറേജ് കണ്ടെത്തുക മാത്രമേ ഉള്ളൂ അതിൻ്റെ വഴി എന്ന് പറയുന്നത്.
ഇനി നമുക്ക് വേറെ കുറച്ച് ഇറേഴ്സും കൂടെ പഠിക്കാനുണ്ട്. ഒന്നെന്ന് പറയുന്നത് അബ്സല്യൂട്ട് ഇറർ. എന്താണ് അബ്സല്യൂട്ട് ഇറർ? മോഡുലസ് ഓഫ് മെഷേർഡ് വാല്യൂ മൈനസ് ട്രൂ വാല്യൂ. എന്താണ്? മെഷേർഡ് വാല്യൂവിൽ നിന്നും ട്രൂ വാല്യൂ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? അബ്സല്യൂട്ട് ഇറർ എന്നാണ്. അവിടെ സൈൻ ഒന്നും നോക്കേണ്ട കാര്യമില്ല. നോക്കിക്കേ, അടുത്തത് റിലേറ്റീവ് ഇറർ. എന്താണ് റിലേറ്റീവ് ഇറർ? നമുക്ക് മെഷേർഡ് വാല്യൂവിൽ നിന്നും ട്രൂ വാല്യൂ മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അബ്സല്യൂട്ട് ഇറർ കിട്ടും അല്ലേ? ആ അബ്സല്യൂട്ട് ഇററിനെ ട്രൂ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് റിലേറ്റീവ് ഇറർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് പെർസെൻറ്റേജ് ഇറർ. എന്താണ് പെർസെൻറ്റേജ് ഇറർ എന്ന് നോക്കാം. റിലേറ്റീവ് ഇറർ മൾട്ടിപ്ലൈഡ് ബൈ 100 ആണ് എന്തെന്ന് പറയുന്നത്? പെർസെൻറ്റേജ് ഇറർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് MCQs നോക്കാം. നോക്കിക്കേ, ഇറർ ഡ്യൂ ടു കെയർലെസ്നെസ് ഓഫ് ദ ഒബ്സർവർ ഈസ് ക്ലാസിഫൈഡ് ആസ് ഡാഷ്. എന്താണ്? അതായത് ഒബ്സർവറിൻ്റെ കെയർലെസ്നെസ് കാരണം അല്ലെങ്കിൽ അശ്രദ്ധ കാരണം ഉണ്ടാകുന്ന ഇററിനെ ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഇററുമായിട്ട് ബന്ധപ്പെടുത്താമെന്നാണ് ചോദ്യം. ഏതാണ്? ഗ്രോസ് ഇറർ ആണല്ലേ. നോക്കിക്കേ, ഗ്രോസ് ഇറേഴ്സ് അറൈസ് ഫ്രം ഹ്യൂമൻ മിസ്റ്റേക്സ് ലൈക്ക് റോങ് റീഡിംഗ് ഓർ റെക്കോർഡിംഗ്. അടുത്ത ചോദ്യം, പാരലാക്സ് ഇറർ ബിലോങ്സ് ടു ഡാഷ്. എന്താണ്? പാരലാക്സ് ഇറർ എന്ന് പറയുന്നത് ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ് ചോദ്യം. ഏതാണ്? ഒബ്സർവേഷണൽ ഇറർ ആണല്ലേ. നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതിൽ വരുന്ന ആ മിസ്റ്റേക്കാണ് എന്തെന്ന് പറയുന്നത്? പാരലാക്സ് ഇറർ എന്ന് പറയുന്നത്. നോക്കിക്കേ, പാരലാക്സ് ഒക്കർ ഡ്യൂ ടു ഇൻകറക്റ്റ് ഐ പൊസിഷൻ ഓഫ് ഒബ്സർവർ. എന്താണ്? നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ആളുടെ ഐ പൊസിഷൻ കറക്റ്റ് അല്ലെങ്കിലാണ് എന്തുണ്ടാവുന്നത്? പാരലാക്സ് ഉണ്ടാവുന്നത് അല്ലേ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ സ്പീഡോമീറ്ററൊക്കെ ഇല്ലേ ബൈക്കിൻ്റെ, അല്ലെങ്കിൽ ഫ്യൂൽ റീഡിംഗ് മീറ്ററൊക്കെ ഇല്ലേ. അപ്പോൾ വെഹിക്കിളിൻ്റെ ലെഫ്റ്റിലോ റൈറ്റിലോ നിന്നിട്ട് നമ്മൾ നോക്കിയാൽ ആ പോയിന്റർ വേറെ സ്ഥലത്ത് ഇരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ എന്താണ്? നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ നിന്നിട്ട് നോക്കണം അല്ലേ. ഐസിൻ്റെ പൊസിഷൻ സെൻറ്ററിൽ പെർപെൻഡിക്കുലർ ആയിട്ട് വന്നാലേ നമുക്ക് കറക്റ്റ് റീഡിങ് കിട്ടുള്ളൂ. അത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? പാരലാക്സ് ഇറർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഇറർ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ ടേക്കിംഗ് ദ മീൻ ഓഫ് എ ലാർജ് നമ്പർ ഓഫ് റീഡിങ്സ്. അതായത് ഏത് ഇററാണ് നമുക്ക് ഒരുപാട് റീഡിങ്സ് എടുത്തിട്ട് അതിൻ്റെ മീൻ അല്ലെങ്കിൽ ആവറേജ് എടുക്കുന്നത് വഴി റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഇറർ എന്നാണ് ചോദ്യം. ഏതാണ്? റാൻഡം ഇറർ ആണല്ലേ. നോക്കിക്കേ, റാൻഡം ഇറേഴ്സ് ആർ അൺപ്രെഡിക്റ്റബിൾ ആൻഡ് റെഡ്യൂസ്ഡ് ബൈ ആവറേജിങ്. അടുത്ത ചോദ്യം, സീറോ ഇറർ ഇൻ ആൻ ഇൻസ്ട്രുമെൻറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. എന്താണ്? ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ സീറോ ഇറർ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ഇററിന് എക്സാമ്പിൾ ആണെന്നാണ് ചോദ്യം. ഏത് ടൈപ്പ് ഓഫ് ഇററിനാണ്? ഇൻസ്ട്രുമെൻ്റൽ ഇറർ അല്ലേ. സീറോ ഷിഫ്റ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ഇൻസ്ട്രുമെൻറ്റ് ഇംപെർഫെക്ഷൻ. ഇൻസ്ട്രുമെൻറ്റിൻ്റെ എന്തെങ്കിലും ഇംപെർഫെക്ഷൻ കാരണമാണ് എന്തുണ്ടാവുന്നത്? സീറോ ഇറർ ഉണ്ടാവുന്നത് അല്ലേ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സിസ്റ്റമാറ്റിക് ഇറർ. എന്താണ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് സിസ്റ്റമാറ്റിക് ഇററിന് ഒരു എക്സാമ്പിൾ എന്നാണ് ചോദ്യം. ഏതാണ്? എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ അല്ലേ. എൻവയോൺമെൻറ്റൽ ഇററിൽ വരുന്നതാണ്. നമ്മുടെ സിസ്റ്റമാറ്റിക് ഇററിൽ ഒരു ക്ലാസിഫിക്കേഷനാണ് എൻവയോൺമെൻറ്റൽ ഇറർ അല്ലേ. അതിൽ വരുന്ന ഒരാളാണ് എന്തെന്ന് പറയുന്നത്? ടെമ്പറേച്ചർ എഫക്റ്റ് അല്ലേ. എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നോക്കിക്കേ, ടെമ്പറേച്ചർ എഫക്റ്റ് ഈസ് പ്രെഡിക്റ്റബിൾ, സിസ്റ്റമാറ്റിക്, എൻവയോൺമെൻറ്റൽ ഇറർ. അടുത്ത ചോദ്യം, റാൻഡം ഇറേഴ്സ് ആർ കോസ്ഡ് ഡ്യൂ ടു ഡാഷ്. എന്താണ്? റാൻഡം ഇറേഴ്സ് ഉണ്ടാവാനുള്ള ആ ഒരു കോസ് അല്ലെങ്കിൽ കാരണം എന്താണെന്നാണ് ചോദ്യം. ഏതാണ്? അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് ആണല്ലേ. അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് കാരണമാണ് എന്തുണ്ടാവുന്നത്? റാൻഡം ഇറേഴ്സ് ഉണ്ടാവുന്നത്. നോക്കിക്കേ, റാൻഡം ഇറേഴ്സ് ഒക്കേഴ്സ് ഡ്യൂ ടു അൺനോൺ കോസസ്. അടുത്ത ചോദ്യം, വിച്ച് ഇറർ കനോട്ട് ബി എലിമിനേറ്റഡ് കംപ്ലീറ്റ്ലി. ഏത് ടൈപ്പ് ഓഫ് ഇററാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കാത്ത ഇറർ എന്നാണ് ചോദ്യം. ഏതാണ്? റാൻഡം ഇറർ ആണല്ലേ. കാരണം എന്താണ്? അൺനോൺ ഫാക്ടേഴ്സ് കാരണമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിനെ എലിമിനേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഇറർ ഉണ്ടാകുന്ന കാരണത്തെ തടയാനോ ഒന്നും സാധിക്കുന്നില്ല. അപ്പോൾ റാൻഡം ഇററാണ് ആൻസറായിട്ട് വരുന്നത്. പിന്നെ എങ്ങനെയാണ് നമുക്ക് റാൻഡം ഇറർ ഒന്ന് മിനിമൈസ് ചെയ്യാനെങ്കിലും പറ്റുന്നത്? കുറേ റീഡിങ്സ് എടുത്തിട്ട് അതിൻ്റെ മീൻ അല്ലെങ്കിൽ ആവറേജ് എടുത്താണ് നമ്മൾ റാൻഡം ഇറർ മിനിമൈസ് ചെയ്യുന്നത് അല്ലേ. റാൻഡം ഇറേഴ്സ് ക്യാൻ ഓൺലി ബി മിനിമൈസ്ഡ്, നോട്ട് എലിമിനേറ്റഡ്. എന്താണ്? കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റില്ല, പക്ഷേ കുറച്ച് കുറയ്ക്കാം അല്ലേ. അത്രേ പറ്റുള്ളൂ.
അടുത്ത ചോദ്യം വിച്ച് ഇറർ ഒക്കേഴ്സ് ഡ്യൂ ടു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്സ്. എന്താണ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്സ് കാരണമൊക്കെ എന്താണ് ഇറർ ഉണ്ടാകുന്നെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് ഇററിൻ്റെ അണ്ടറിൽ വരുമെന്നാണ് ചോദ്യം. ഏതാണ്? എൻവയോൺമെൻറ്റൽ ഇറേഴ്സ് അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ആൻ എൻവയോൺമെൻറ്റൽ ഫാക്ടർ. അടുത്ത ചോദ്യം പെർസെൻറ്റേജ് ഇറർ ഈസ് ഈക്വൽ ടു ഡാഷ്. എന്താണ് പെർസെൻറ്റേജ് ഇറർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? റിലേറ്റീവ് ഇറർ മൾട്ടിപ്ലൈഡ് ബൈ 100 അല്ലേ. പെർസെൻറ്റേജ് ഇറർ ഈസ് റിലേറ്റീവ് ഇറർ എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റ്. അടുത്ത ചോദ്യം വിച്ച് എറർ അറൈസസ് ഡ്യൂ ടു റോങ് ഐ പൊസിഷൻ വൈൽ റീഡിങ് എ സ്കെയിൽ. അതായത് ഒരു സ്കെയിലിൻ്റെ റീഡിംഗ് എടുക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ റോങ് പൊസിഷൻ കാരണം ഉണ്ടാകുന്ന ഇറർ ഏതാണെന്നാണ് ചോദ്യം. പാരലാക്സ് ഇറർ ആണ് ഉത്തരം എന്ന് പറയുന്നത്. ഇൻകറക്റ്റ് ഐ അലൈൻമെൻറ്റ് കോസസ് പാരലാക്സ്. അടുത്ത ചോദ്യം ഇഫ് ദ ട്രൂ വാല്യൂ ഓഫ് എ ക്വാണ്ടിറ്റി ഈസ് 100 യൂണിറ്റ്സ് ആൻഡ് ദ മെഷേർഡ് വാല്യൂ ഈസ് 98 യൂണിറ്റ്സ് ദ അബ്സല്യൂട്ട് ഇറർ ഈസ് ഡാഷ്. എന്താണ്? അതായത് ഇവിടെ അബ്സല്യൂട്ട് ഇറർ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം അല്ലേ, അബ്സല്യൂട്ട് ഇറർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നു? മോഡുലസ് ഓഫ് മെഷേർഡ് വാല്യൂ മൈനസ് ട്രൂ വാല്യൂ അല്ലേ. അപ്പോൾ ഇവിടെ എന്താ ക്വാണ്ടിറ്റി 100 യൂണിറ്റ്സ് ആണ്, പക്ഷേ മെഷേർഡ് അളന്നപ്പോൾ നമുക്ക് കിട്ടിയത് 98 ആണ്. അപ്പോൾ നമുക്ക് മെഷേർഡ് വാല്യൂവും ട്രൂ വാല്യൂവും നമുക്കുണ്ട്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? മോഡുലസ് ഓഫ് 98 മൈനസ് 100 അല്ലേ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത്. അബ്സല്യൂട്ട് ഇറർ ഈസ് ഓൾവേസ് പോസിറ്റീവ് അല്ലേ, കാരണം എന്താണ്? മോഡുലസ് അല്ലേ. അടുത്ത ചോദ്യം ഫോർ എ മെഷർമെൻറ്റ് ഹാവിംഗ് അബ്സല്യൂട്ട് ഇറർ 0.5 ആൻഡ് ട്രൂ വാല്യൂ 50 ദ റിലേറ്റീവ് ഇറർ ഈസ് ഡാഷ്. എങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കുക? റിലേറ്റീവ് ഇറർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നു? അബ്സല്യൂട്ട് ഇറർ ഡിവൈഡഡ് ബൈ ട്രൂ വാല്യൂ അല്ലേ. രണ്ടും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ എന്താണ്? റിലേറ്റീവ് ഇറർ ഈസ് ഈക്വൽ ടു 0.5 ഡിവൈഡഡ് ബൈ 50 ദാറ്റ് ഈസ് 0.01. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം ഇഫ് റിലേറ്റീവ് ഇറർ ഇൻ എ മെഷർമെൻറ്റ് ഈസ് 0.02 ദ പെർസെൻറ്റേജ് ഇറർ ഈസ് ഡാഷ്. എന്താണ്? നമുക്ക് റിലേറ്റീവ് ഇറർ തന്നിട്ടുണ്ട് 0.02. ഇതിൽ നിന്ന് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? പെർസെൻറ്റേജ് ഇറർ കണ്ടുപിടിക്കണം. പെർസെൻറ്റേജ് ഇറർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? റിലേറ്റീവ് ഇററിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 0.02 മൾട്ടിപ്ലൈഡ് ബൈ 100 ദാറ്റ് ഈസ് 2%. ഓപ്ഷൻ സി 2% ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇറേഴ്സ് ഹാസ് നോ യൂണിറ്റ്. എന്താണ്? താഴെ തന്നിരിക്കുന്ന ഇറേഴ്സിൽ ഏതിനാണ് യൂണിറ്റ് ഇല്ലാത്തതെന്നാണ് ചോദ്യം. ഏതിനാണ്? ബോത്ത് ബി ആൻഡ് സി അല്ലേ. പെർസെൻറ്റേജ് ഇററിനും റിലേറ്റീവ് ഇററിനും എന്തില്ല? യൂണിറ്റ് ഇല്ല. കാരണം എന്താണ്? അബ്സല്യൂട്ട് ഇറർ എന്ന് പറയുന്നത് എന്താണ്? ആ ക്വാണ്ടിറ്റി ഏതാണോ ആ ക്വാണ്ടിറ്റിയുടെ അതേ യൂണിറ്റ് ആയിരിക്കും അബ്സല്യൂട്ട് ഇററിന് വരിക. റിലേറ്റീവ് ആൻഡ് പെർസെൻറ്റേജ് ഇററിന് എങ്ങനെയായിരിക്കും? അത് ഡയമെൻഷൻലെസ് ആണ് അല്ലേ. അതൊരു റേഷ്യോ അല്ലേ, അതുകൊണ്ട് അതെന്താണ്? അതിന് യൂണിറ്റ് ഇല്ല. അടുത്ത ചോദ്യം ഇഫ് ദ അബ്സല്യൂട്ട് ഇറർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ദ റിലേറ്റീവ് ഇറർ വിൽ ഡാഷ്. എന്താണ്? അതായത് അബ്സല്യൂട്ട് ഇറർ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ റിലേറ്റീവ് ഇററിന് എന്താ പറ്റുക എന്നാണ് ചോദ്യം. എന്താണ്? ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ട്രൂ വാല്യൂ അല്ലേ. എന്താണ്? നമ്മുടെ അബ്സല്യൂട്ട് ഇറർ എന്ന് വെച്ചാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മെഷേർഡ് വാല്യൂ മൈനസ് ട്രൂ വാല്യൂ. അതുപോലെ റിലേറ്റീവ് ഇറർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അബ്സല്യൂട്ട് ഇറർ ഡിവൈഡഡ് ബൈ ട്രൂ വാല്യൂ അല്ലേ. അപ്പോൾ ട്രൂ വാല്യൂ കൂടുമ്പോൾ എന്ത് പറ്റും? അബ്സല്യൂട്ട് ഇറർ കുറയും അല്ലേ. കാരണം എന്താണ്? ട്രൂ വാല്യൂ ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. അപ്പോൾ ട്രൂ വാല്യൂ കൂടുമ്പോൾ റിലേറ്റീവ് ഇറർ കുറയും. അടുത്ത ചോദ്യം നോക്കിക്കേ വിച്ച് എറർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ക്വാണ്ടിറ്റി മെഷേർഡ്. എന്താണ്? നമ്മൾ അളക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഇറർ ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? അബ്സല്യൂട്ട് ഇറർ ആണ് അല്ലേ. കാരണം എന്താണ്? അബ്സല്യൂട്ട് ഇറർ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഡിഫറൻസ് ആണ് അല്ലേ. എന്താണ്? മോഡുലസ് ഓഫ് മെഷേർഡ് വാല്യൂ മൈനസ് ട്രൂ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? അബ്സല്യൂട്ട് ഇറർ എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ എന്താണ്? റേഷ്യോ അല്ലേ. പെർസെൻറ്റേജ് ഇററും അബ്സല്യൂട്ട് ഇററും ഒക്കെ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ഇറർ ആണ് വരുന്നത്. അടുത്ത ചോദ്യം വിച്ച് എറർ ഗീവ്സ് എ ബെറ്റർ ഐഡിയ ഓഫ് ആക്യുറസി വെൻ കമ്പയറിംഗ് മെഷർമെൻറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ്സ്. അതായത് ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ്സിലുള്ള മെഷർമെൻറ്റ്സ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആക്യുറസിയുടെ ഒരു ബെറ്റർ ഐഡിയ തരുന്ന ടൈപ്പ് ഓഫ് ഇറർ ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? റിലേറ്റീവ് ഇറർ ആണ്. കാരണം എന്താണ്? റിലേറ്റീവ് ഇറർ നോർമലൈസസ് ഇറർ വിത്ത് റെസ്പെക്ട് ടു ട്രൂ വാല്യൂ അല്ലേ.
ട്രൂ വാല്യൂ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പയർ ചെയ്തല്ലേ നമ്മൾ പറയുന്നത് റിലേറ്റീവ് എറർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ ട്രൂ വാല്യൂ അല്ലേ, അതാണ് നമ്മുടെ റിലേറ്റീവ് എറർ. അപ്പോൾ റിലേറ്റീവ് എററാണ് നമുക്ക് ആക്യുറസിയുടെ ഒരു ബെറ്റർ ഐഡിയ നൽകുന്നത്. നമ്മൾ ഈ പഠിച്ച ടോപ്പിക്കിൽ നിന്നും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ടൈപ്സ് ഓഫ് ഇറർ ചോദിക്കാറുണ്ട്, പിന്നെ പാരലാക്സ് ഇറർ കാറ്റഗറി ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. എൻവയോൺമെൻറ്റൽ ഇറർ എക്സാമ്പിൾസ് തന്നിട്ട് നമ്മളുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ റാൻഡം ഇറർ റിഡക്ഷൻ മെത്തേഡ്, റാൻഡം ഇറർ എങ്ങനെയാണ് കുറയ്ക്കുന്നത് അറിയാമല്ലോ, എന്താ മീൻ ആവറേജ് ഒക്കെ എടുത്തിട്ടാണ് റാൻഡം ഇറർ കുറയ്ക്കുന്നത്, അത് ചോദിക്കാറുണ്ട്. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റമാറ്റിക് ആൻഡ് റാൻഡം ഇറേഴ്സ്, എന്താണ് റാൻഡം ഇററും സിസ്റ്റമാറ്റിക് ഇറേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇത് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് ആണ് ഈ തന്നേക്കുന്നത്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം നോക്കിക്കൊള്ളാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയുക. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സ്കെയിൽ റേഞ്ച് ആൻഡ് സ്കെയിൽ സ്പാൻ ആണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്